ഇവിടെ ഈ കൊച്ചി നഗരത്തിലെ പബ്ബുകളിലൊക്കെ നിയന്ത്രണം ഉണ്ടായിരുന്നുവല്ലോ. അപ്പോൾ 11 മണിക്ക് ശേഷം പബ്ബുകൾ പ്രവർത്തിക്കാൻ പാടില്ല എന്നുള്ള ഉത്തരവൊക്കെ നിലനിൽക്കുന്ന ഒരു ഘട്ടത്തിൽ വ്യാപകമായ പരിശോധന കൂടിയുണ്ട് പോലീസിന്റെ ഭാഗത്ത് നിന്ന്. അനുവദിച്ച സമയം കഴിഞ്ഞിട്ടും DJ നടത്തിയതിനെ തുടർന്നായിരുന്നു പരിശോധന. പഞ്ചനക്ഷത്ര ഹോട്ടലായ റാഡിസൺ ബ്ലൂവിൽ കഴിഞ്ഞ ദിവസം പുലർച്ചെ 3 മണിവരെ DJ നടത്തിയതിൽ കേസെടുക്കാൻ ഒരുങ്ങുകയാണ് പോലീസ്. സഹിൻ ആന്റണി വിവരങ്ങളുമായി ചേരുന്നുണ്ട് നമുക്കൊപ്പം. സഹിൻ, ഗുഡ് മോർണിംഗ്. അപ്പം കടുപ്പിക്കുകയാണ് പോലീസ്. പോലീസിന്റെ വ്യാപക പരിശോധന എല്ലാ പബ്ബുകളിലും ഉണ്ടായിരുന്നു. മാത്രമല്ല കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ 3 മണിവരെ പുലർച്ചെ 3 മണിവരെ DJ പാർട്ടി പോയി എന്നുള്ളത് സിറ്റി പോലീസ് കമ്മീഷണർക്ക് വിവരം ലഭിച്ചു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് ഈ പരിശോധന ശക്തമാക്കിയിരിക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ റാഡിസൺ ബ്ലൂ അടക്കമുള്ള ഹോട്ടലുകൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു. 11 മണിവരെയായിരുന്നു ഈ ഹോട്ടലുകൾക്കെല്ലാം തന്നെ നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നത്. പക്ഷേ ഒട്ടുമിക്കയിടങ്ങളിലും പുലർച്ചെ 3 മണിവരെ ഈ DJ പാർട്ടി പോയി. ഇതേ തുടർന്ന് സിറ്റി പോലീസ് കമ്മീഷണറുടെ ഉത്തരവിന് വില കൽപ്പിച്ചില്ല എന്ന് കരുതിക്കൊണ്ടാണ് പോലീസ് വ്യാപകമായ പരിശോധന നടത്തിയിരിക്കുന്നത്. എന്തായാലും പരിശോധനകൾ ഇന്നും തുടരുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. സേതു, ശരി സൈൻ, ശരി, ഓക്കെ. പറഞ്ഞ പോലെ തന്നെ ഈ DJ പാർട്ടികളുടെയൊക്കെ മറവിൽ ലഹരി വിൽപ്പനയൊക്കെ നടക്കുന്നുണ്ട് എന്നുള്ള വിലയിരുത്തലിലേക്ക് അടിസ്ഥാനത്തിലാണ് ഈ നിയന്ത്രണമൊക്കെ കൊണ്ടുവന്നത്. 11 മണിക്ക് ശേഷം DJ പബ്ബുകളൊന്നും പ്രവർത്തിക്കാൻ പാടില്ല എന്നുള്ള നിയന്ത്രണം. പക്ഷേ അതും ആ നിയന്ത്രണങ്ങൾ അല്ലെങ്കിൽ പോലീസിന്റെ നിർദ്ദേശമൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ട് പലയിടങ്ങളിലും ഇതേ രീതിയിൽ പ്രവർത്തിക്കുന്നു. അവിടങ്ങളിലൊക്കെ പോലീസിന്റെ പരിശോധന ശക്തമാകുന്നുമുണ്ട്.